150 കോടി ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ടാണ് ഫുട്ബോൾ ലോകകപ്പ് കളിക്കാത്തത്? ഈ ചോദ്യം നമ്മൾ സ്വയം ഒട്ടേറെ തവണ ചോദിച്ചിട്ടുണ്ടാവും. അതിനുള്ള ഏറ്റവും കൃത്യമായ മറുപടി തന്നിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസം സുനിൽ ഛേത്രി. ആ വാക്കുകളിൽ നിരാശയല്ല, മറിച്ച് കഠിനമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല ഇന്ത്യ ലോകകപ്പിന് യോഗ്യത നേടാത്തത്. യഥാർത്ഥ പ്രശ്നം നമ്മൾ ഇതുവരെ ഒരു യഥാർത്ഥ കായിക രാഷ്ട്രമായി മാറിയിട്ടില്ല എന്നതാണ്. ശരിയാണ്, കൃത്യമായ പ്രായത്തിൽ കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ പ്രതിഭകളെ കണ്ടെത്താനും അവരെ വളർത്തിയെടുക്കാനും നമുക്ക് ഇന്നും സാധിക്കുന്നില്ല. ഈ 150 കോടി ജനങ്ങൾക്കിടയിൽ മൺമറഞ്ഞു പോകുന്ന എത്രയോ പ്രതിഭകളുണ്ട്. ഒരിക്കൽ പോലും തിരിച്ചറിയപ്പെടാതെ, ഒരൊറ്റ അവസരം പോലും കിട്ടാതെ പോകുന്ന എത്രയോ കുട്ടികൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഫ്രാൻസും ജർമ്മനിയും അർജന്റീനയും ബ്രസീലും ഒക്കെ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ചെറുപ്പത്തിൽ തന്നെ പ്രതിഭകളെ കണ്ടെത്താനും അവർക്ക് മികച്ച പരിശീലനവും മികച്ച സൗകര്യങ്ങളും നൽകാനും ശക്തമായ ഒരു സംവിധാനമുണ്ട്. ആ സിസ്റ്റമാണ് അവരുടെ കരുത്ത്. കഴിവുള്ള എല്ലാ കുട്ടികളെയും കണ്ടെത്താനും അവർക്ക് ശരിയായ അവസരങ്ങൾ നൽകാനും സാധിക്കുന്ന ഒരു രാജ്യാന്തര സംവിധാനം ഇന്ത്യ കെട്ടിപ്പടുക്കുന്ന ദിവസം, അന്ന് നമ്മൾ ഫുട്ബോളിൽ മാത്രമല്ല ലോകത്തെ എല്ലാ കായിക ഇനങ്ങളിലും മുന്നേറും. കാരണം സുനിൽ ഛേത്രി പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ കഴിവൊരു പ്രശ്നമേ അല്ല, നമ്മുടെ സംവിധാനമാണ് പ്രശ്നം. മാറ്റങ്ങൾ താഴെത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. സ്പോർട്സ് ഡെസ്ക്.